എംബ്ലത്തിനകത്തൂടെ കൈയിട്ടാൽ ഒരു ലോക്ക് കിട്ടും. ആ ലോക്ക് ഇങ്ങോട്ട് നീക്കി പിടിക്കുക. ആ എന്നിട്ട് പൊക്കുക. അതേ കണ്ട നോക്കിക്കോ, കണ്ടല്ലോ. ഇത് പൊക്കി പിടിക്കുക. അതിനൊരു സ്റ്റേ ഉണ്ട്, അതെടുത്ത് മാറ്റിയത്. അതിന്റെ സ്റ്റേ ആണ് ഇത്. ബോർഡിൽ വെച്ചാൽ അവിടെ ഇരുന്നോളൂ. സ്റ്റേ തിരിച്ചത് ഇവിടെ തന്നെ വെച്ചേക്കണം. പൈപ്പറിന്റെ വെള്ളം വരുന്ന ആ ടാങ്ക് വാഷ് ചെയ്യാനായിട്ട് ഇതിങ്ങനെ തുറക്കുക, ഫില്ല് ചെയ്ത് കൊടുക്കുക. വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം. ആ നിറയുന്നവരെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ. ബ്രേക്ക് ഫ്ലൂയിഡ് ഇതുണ്ടെങ്കിൽ ബ്രേക്ക് കിട്ടുള്ളൂ വണ്ടിക്ക്. അതിന്റെ അളവ് എവിടെ കാണാം. വേണ്ട, മിനിമം മാക്സിമം എഴുതി വെച്ചിട്ടുണ്ട്. കണ്ട ലോന്ന് എഴുതിയിരിക്കുന്നുണ്ട. ലോന്ന് എഴുതിയിരിക്കുന്നുണ്ട. കേട്ടാ മിനിമം. ആ വെളിച്ചെണ്ണ പോലെ കളറുള്ളത് കൊണ്ട് അതിനകത്ത് ഉണ്ടെന്നറിയാമല്ലോ മുഴുവൻ. ആ ഉറപ്പല്ലേ. റേഡിയേറ്റർ ചൂടായിരിക്കുമ്പോൾ തുറക്കരുത്. ഇത് തുറന്നാൽ ഇതിനകത്തൊരു കളർ ലിക്വിഡ് കാണാൻ പറ്റും ഈ ഭാഗത്തായിട്ട്. അപ്പോൾ അതുണ്ടെങ്കിലേ വണ്ടി ഓടിക്കാവുള്ള നിർത്തും. അത് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അതിന്റെ റിസർവ് ടാങ്കാണിത്, കൂളന്റിന്റെ. ഇവിടെ ഒരു ലോയും ഫുള്ളും എഴുതിയിട്ടുണ്ട്. ഇത് കാണാവാ എവിടെ കണ്ട് ആന്ന് പറഞ്ഞത്. ഇവിടെ നോക്ക്, കണ്ട ലോന്ന് എഴുതിയിരിക്കണ്ട താഴത്ത്. കണ്ട ആ കളർ കണ്ട, പച്ച കളറിൽ. അതിന് മേളിലുണ്ടാവണേ ഇപ്പോൾ ലോയ്ക്ക് മേളിൽ. കണ്ട കഴുത്തൊപ്പം നിറച്ച് വയ്ക്കരുത്. അവിടെ ഒരു ഫുള്ള് കൊണ്ട് ഒരു ലോയും എഴുതിയിട്ടുണ്ട്. അതിന് മുകളിൽ അത് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അത് കഴിച്ച് ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കണം. പുതിയ വണ്ടിയാണ്, ഇതിനകത്ത് നമ്മളൊന്നും ചെയ്യേണ്ടി വരില്ല. അവർ ഓൾറെഡി ഉണ്ടാവും. ജസ്റ്റ് അളവ് നോക്കാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെയാണ്. ഇതൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് തുറക്കരുത്. അല്ലേ, ഈ സ്റ്റിക്കിനകത്ത് ഇങ്ങനെ കൈ ഇടുക. ഇങ്ങനെ വലിച്ച വാൾ ഉരിയെടുക്കുന്ന പോലെ ഉരിയെടുക്കാം. എഞ്ചിൻ ഓയിൽ 2 ഡോട്ട് കണ്ട, ഇത് ലോ, ഇത് ഫുള്ള്. ഇതിങ്ങനെ ഊരിയെടുത്തിട്ട് ഇങ്ങനെ നോക്കിയാൽ ഓയിലിന്റെ അംശം കാണാൻ പറ്റും അതിനകത്ത്. ആ ഇതാ മേളിലത്തെയാണ് ഫുള്ള്. കണ്ട ഇതിപ്പോ സ്റ്റാർട്ടായ വണ്ടി, അതുകൊണ്ട് ഇവിടം വരെ അടിച്ചു കയറി ഓയിലുണ്ടാവും. ഇതേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഊരി നോക്കണം. അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഇതിന്റെ അളവ്. ആവശ്യം കഴിഞ്ഞാൽ അത് ഇതുപോലെ വാളുറേ കെട്ടുന്ന പോലെ. എൻ്റെ പേര് പ്രശാന്ത്. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് 15 കൊല്ലമായി. എനിക്ക് ഡ്രൈവിങ്ങിന് സ്റ്റിയറിംഗ് ബാലൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ഈ റെയ്ഹാൻ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് മമ്മൂട്ടിയും ശംഭുവും വന്ന് ഒരു 5 മണിക്കൂർ ക്ലാസ് തന്ന് എനിക്ക് നല്ല കോൺഫിഡൻ്റായി ഇപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റും. ഇപ്പോൾ ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് എവിടെ വേണമെങ്കിലും പോകാനുള്ള ചങ്കൂറ്റം ഉണ്ടായി എന്ന് പറയാം. അതുകൊണ്ട് അവർക്ക് നന്ദി രേഖപ്പെടുത്തും. ലൈസൻസ് എടുത്തിട്ട് എത്ര വർഷമായി? ലൈസൻസ് എടുത്തിട്ട് 15 കൊല്ലമായി. 15 വർഷമായി. 15 വർഷമായി. 15 വർഷമായിട്ട് ഇതിൻ്റെ വണ്ടി തൊട്ടിട്ടില്ല. ഞാൻ ഗൾഫിലായിരുന്നു, സൗദി അറേബ്യയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന് വണ്ടി ഇപ്പോൾ ആദ്യമായിട്ടാണ് ഓടിക്കുന്നത്. 5 മണിക്കൂർ കൊണ്ട് പഠിച്ചു എന്ന് പറയാം. ഏതാ വണ്ടി? ഏതാ നമ്മുടെ വണ്ടി? ടയോട്ടയുടെ റുമിയോൺ എന്ന് പറഞ്ഞ വണ്ടിയാണ്.